പിന്നെ ഏതങ്കോട്ടനെ സ്കൂളിൽ വിട്ട് പോയി വന്നു കഴിഞ്ഞിട്ടൊരു നാരങ്ങ ഉണ്ടല്ലോ, ഞാൻ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന നാരങ്ങയാണ്. ആ നാരങ്ങ ഒന്ന് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു. ഏതനും എപ്പോഴും പുളിയുള്ള എന്തെങ്കിലും അവനിഷ്ടമാണ്. നാരങ്ങ മുറിക്കാൻ നോക്കി, നടയെ മുറിക്കാൻ നോക്കിയിട്ട് മുറിഞ്ഞില്ല. പിന്നെ ഞാനതിൻ്റെ തോല് ചെത്തിക്കളയാമെന്ന് വിചാരിച്ചു. അതേ നടക്കുള്ളൂ. തോല് ചെത്തി മുറിച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി വെച്ചു. ഏതൻകുട്ടന് അധികം മുളകിടാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ച് മുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ട് എടുത്ത് വെച്ചു. അത് ഇവന് സ്കൂളിൽ കൊണ്ടുപോകാൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ മലയിൽ കുറച്ച് കപ്പ നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കാണാമെന്നും പറഞ്ഞ് ഞങ്ങൾ അമ്മയും കൂടി പോയത്. ഞങ്ങളുടെ പട്ടിയാട്ടോ ചാർലി. അവനോട് എന്ത് ചോദിച്ചാലും അവന് മറുപടി ഉണ്ടാവും. നോക്കിക്കോ, ഞങ്ങൾ മലയ്ക്ക് പോകുമെന്ന് പറഞ്ഞതിനുള്ള അങ്കപാടാട്ടോ അത്. ഇതാട്ടെ ഞങ്ങളുടെ റോഡ്. ആ നല്ല ഇറക്കം, ചുറ്റും മലകളും. ഇനി മുകളിലേക്ക് മലയാട്ടോ, അങ്ങ് കയറിപ്പോണം. അതിൻ്റെ ഏറ്റവും മുകളിൽ ഇപ്പുറത്തെ സൈഡിലൊക്കെ നിറയെ കാടാണ്. അങ്ങനെ കയറി പോയി കഴിഞ്ഞ് ഞങ്ങളുടെ കപ്പത്തോട്ടവും വെള്ളം എടുക്കുന്ന സ്ഥലമൊക്കെ കാണും. ഈ ചുവന്ന ചീര പണ്ടൊക്കെ കറി വയ്ക്കുമായിരുന്നു കേട്ടോ. ചോറിലിങ്ങനെ വയ്ക്കുമ്പോൾ നല്ല ചോര നിറമായിരിക്കും. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ നല്ല രസം. ഇവിടെ ഒരു മരത്തിൽ നിന്ന് ഇങ്ങനെ വള്ളികൾ ചാടി കിടക്കണമുണ്ടോ. വരക്കന്മാർക്ക് തൂങ്ങിക്കളിക്കാനായിരിക്കും. ആ മരത്തിൻ്റെ അപ്പുറത്തെ സൈഡ് മൊത്തം കാടാട്ടോ. അങ്ങോട്ട് പോകാൻ അമ്മയ്ക്ക് ഭയങ്കര പേടി, എന്നോട്ട് വിട്ടുമില്ല. നല്ല ശക്തിയാട്ടോ ആ വള്ളിക്ക്. ഇതാ ഞങ്ങളുടെ കപ്പത്തോട്ടം. ഇതിൻ്റെ അപ്പുറം വേറൊരു സൂത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇതാ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ വെള്ളച്ചാട്ടം. പക്ഷെ അങ്ങോട്ട് വന്ന് അമ്മ ഇടാൻ സമ്മതിച്ചില്ല. ഒരു ദിവസം അച്ചാച്ചനെയും കൊണ്ട് വരുമ്പോൾ പോയി കാണിച്ചു തരാം. സൂപ്പറാട്ടോ.